ഹായ് മക്കളെ, നമ്മൾ നോക്കുന്നത് SD ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയും. അതായത് നമ്മൾ പഠിക്കുന്നത് 3D ജോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 100% അല്ലെങ്കിൽ 1000% എന്ന് വേണമെങ്കിൽ ഈ വർഷം 2024 പറയാടാ എന്തായാലും എക്സാമിന് ഒരു കാരണം ഇതാണ്. SD എന്ന് പറയുന്നത് ആകെ നമുക്ക് 3 ഡയമെൻഷണൽ ജോമെട്രിയിൽ ലൈന് മാത്രമേ പഠിക്കാനുള്ളൂ. ആകെ ഒരു ടോപ്പിക്കേ ഉള്ളൂ, ലൈൻ എന്ന് പറയുന്ന ടോപ്പിക്കേ ഉള്ളൂ. അതിൽ 2 ഫോർമാറ്റ് ഉണ്ട്, ഒന്ന് കാർട്ടീഷ്യൻ ഫോർമാറ്റും ഉണ്ട്, വെക്റ്റർ ഫോർമാറ്റും ഉണ്ട്. അതൊക്കെ ബേസിക്കലി നിങ്ങൾക്ക് അറിയാം, ജസ്റ്റ് മനസ്സിലാക്കുക. അപ്പോൾ ഈ 2 ഫോർമാറ്റിലെ കാർട്ടീഷ്യൻ ഫോർമാറ്റ് നോർമലി ഈ മോഡൽ എക്സാമിന് ചോദിച്ചതേ ഉള്ളൂ. അപ്പോൾ 100% അല്ലെങ്കിൽ 1000 ടൈംസ് ഉറപ്പിച്ച് പറയാം, ഈ ക്വസ്റ്റ്യൻ ഈ വർഷം വന്നിരിക്കും 100%. സോ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ലൈൻസ് എന്ന് പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. വളരെ ഈസിയാണ്, നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിൽ ഇത് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. നിങ്ങൾ നോക്കി നോക്കാം, വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കേടാ നിങ്ങൾ ക്ലാസ്സുകൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട്, അതായത് ആരൊക്കെയാണ് മാത്സ് എക്സാം എഴുതാൻ നാളെ പോകുന്നത് അവർക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാടാ. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. സോ നമുക്ക് ടൈം കളയണ്ടടാ, നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് എല്ലാവരും ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കടാ. ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ലൈൻസ് ഹൂസ് വെക്ടർ ഇക്വേഷൻസ് ആർ ഗിവൺ. അല്ലെ, 2 വെക്ടർ ഇക്വേഷൻസ് എന്ത് ചെയ്തിട്ടുണ്ടാ, നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി നമുക്ക് അറിയണടാ എന്താണ് വെക്ടർ ഫോർമാറ്റ് എന്ന് അറിയണം. വെക്ടർ ഫോർമാറ്റ് സിമ്പിൾ ആണ്, നിങ്ങൾ നോക്കി നോക്കുക. ഏറ്റവും ബേസ് ആണ്, നിങ്ങൾ ജസ്റ്റ് നോട്ടൊക്കെ നോട്ട് ചെയ്തോട്ടോ. സോ ജനറലി ഒരു എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് വെച്ചാൽ പ്രോബ്ലം അത് എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്, ചിലപ്പം സെയിം ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും നാളെ എക്സാമിന് വരിക. സോ നിങ്ങൾ നോക്കുക, ജനറൽ ഫോർമാറ്റ് ഒരു വെക്ടർ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A1 വെക്ടർ പ്ലസ് ലാംഡ B1 എന്നാണ്. നിങ്ങൾ ഇത് കാണുമ്പോൾ ടെൻഷൻ ഒന്നും ആവണ്ട. അതായത് നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി, എന്ത്, ഇവിടെ ഒരു വെക്ടർ ഉണ്ടാവും, ഇവിടെ ഒരു വെക്ടർ ഉണ്ടാവും. ഇതാണ് ഇതിന്റെ ബേസ്. ഓക്കെ, ഇതേപോലെ നമുക്ക് വീണ്ടും എന്തുണ്ടാവും, അവിടെ വേറൊരു വെക്ടർ ഉണ്ടായിരിക്കും. കാരണം 2 വെക്ടറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലേ കാണുന്നത്. ഓക്കെ, ലാംഡക്ക് പകരം പിന്നെ മ്യൂ കൊടുത്തു എന്ന് മാത്രം. ലാംഡ ഒരു വട്ടം എഴുതിയോണ്ട് പിന്നെ മ്യൂ ഡിഫറെന്റ് ആയിട്ട് രേഖപ്പെടുത്തിയെന്ന് മാത്രം. സോ B2 വെക്ടർ. അപ്പോൾ ബേസിക്കലി ലാംഡ മ്യൂ എന്ന് നിങ്ങൾ മെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു കോൺസ്റ്റന്റ് ആണ് ലാംഡ മ്യൂ എന്നുള്ളത്. ഓക്കെ, അത് ഫിക്സഡ് ആണ്, ക്വസ്റ്റ്യൻ പേപ്പറും ലാംഡ മ്യൂ തന്നെ ഉണ്ടാവുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, അതായത് ഇവിടെ കാണുന്ന വെക്ടർ A1 ഉം രണ്ടാമത് കാണുന്നത് B1 രണ്ടാമതൊരു ലൈനിൽ തരുമ്പോൾ A2 B2 ആണ്. ഇത് മാത്രമാണ് നിങ്ങൾ തലമണ്ഡപം ഉണ്ടാവേണ്ടത്. അതായത് ബേസിക്കലി ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്നവനെ A1 എന്ന് പറയുന്ന വെക്ടറും ഈ രണ്ടാമത് കാണുന്ന ആള് B1 ഇതെന്താടാ A2 ഇത് B2 ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു സ്കില്ല് മാത്രമാണ് വേണ്ടുള്ളൂ. ബാക്കിയൊക്കെ സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഈ ജനറൽ ഫോർമാറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഐഡന്റിഫൈ ചെയ്ത് നിർബന്ധമായിട്ട് എഴുതുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് നിർബന്ധമായിട്ട് നിങ്ങൾ എഴുതിക്കോളാം. ഞാൻ ഇവിടെ സൈഡിൽ കാണിക്കാം. സോ A1 വെക്ടർ. അപ്പൊ A1 വെക്ടർ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശ്രദ്ധിച്ചോളാടാ. എടാ ഈ ഐയും ജെയും മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് I+J ഉള്ളൂ, I+J. അപ്പൊ സാറേ K എവിടെ പോയി? K ആക്ച്വലി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ, ക്വസ്റ്റ്യനിൽ ഇടാൻ മറന്നു പോയതല്ല, അവിടെ ഉണ്ട്. യഥാർത്ഥത്തിൽ അവിടെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ബേസിക്കലി നമ്മൾ എന്താ പറയാ, 0K. അപ്പൊ നിർബന്ധമായിട്ട് നിങ്ങൾ ഇതുപോലെ എഴുതിക്കൊള്ളണം, I+J+0K. ഇനി B1 വെക്ടർ എന്താ, നേരെ തൊട്ടടുത്ത് കാണാടാ. B1 വെക്ടർ എന്താണ്, 2I - J + K. കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. ഇനി നമുക്ക് അടുത്തത് എന്താണ്, A2 വെക്ടർ എന്താന്ന് നോട്ട് ചെയ്യാം. A2 വെക്ടർ കൃത്യമായിട്ട് നമുക്കറിയാം എന്താടാ, 2I + J - K. അതേപോലെ B2 വെക്ടർ എന്താണ് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. B2 വെക്ടർ എന്താടാ, 3I. എല്ലാവരും നോട്ട് ചെയ്തേടാ, 3I - 5J + 2K. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ വെക്ടേഴ്സ് ഇതുപോലെ കൃത്യമായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യടാ, നോട്ട് ചെയ്യാം. നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആകെ ഇവിടെ അറിയേണ്ടത് എന്താ വെച്ചാൽ ഒരു ചെറിയൊരു ഫോർമുല ഉണ്ടാ. വലിയ ടഫ് ഒന്നുമില്ല, ഞാൻ ട്രിക്ക് പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഈ ഫോർമുല പഠിക്കാനുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ ഫോർമുല ജസ്റ്റ് ഒന്ന് കാണാപാഠം പഠിക്കുക എന്നുള്ളതാണ്. പഠിക്കാൻ പറ്റുന്നവരൊക്കെ പഠിക്കുക, അത്ര സിമ്പിൾ ഫോർമുലയാണ്. എടാ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോ, ഇക്വേഷൻ ഇതാണ്. ഞാൻ അടുത്ത പേജിൽ കാണിക്കാം, അതോടെ എടുക്കട്ടെ. അടുത്ത പേജിൽ ഞാൻ ഇക്വേഷൻ സെപ്പറേറ്റ് ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചോട്ടാ, ഫോർമുല വളരെ സിമ്പിൾ ആണ്. ഇതാ SD = നിങ്ങൾ നോക്ക്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൽ sin θ ഒന്നും എഴുതരുത് കേട്ടോ.
മനസ്സിലായ? കോസ് തീറ്റ ഒന്നും എഴുതരുത്. നമ്മൾ ആംഗിൾ ബിറ്റ്വീൻ ലൈൻസിൽ കോസ് തീറ്റ എന്ന് പഠിക്കുന്നുണ്ട്, അത് ഇവിടെ കൊണ്ടുവരരുത്. അകലമാണ്, രണ്ട് ലൈനുകൾ തമ്മിലുള്ള ഏറ്റവും ചെറിയ അകലമാണ് എസ് ഡി എന്ന് പറഞ്ഞ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. അപ്പൊ സിംപ്ലി എസ് ഡി എന്ന് തന്നെ എഴുതിയാൽ മതി. എസ് ഡി എസ് ഡി എസ് ഡി. ഓക്കെ, ഇക്വേഷൻ ഇതാടാ. നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ A2 വെക്ടറിൽ നിന്നും A1 വെക്ടർ കുറക്കുക. വളരെ സിമ്പിൾ ആണ്. രണ്ട് വെക്ടേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ പ്രോസസ് ആണ്. എന്നിട്ട് ഇവിടെ ഒരു ഡോട്ട് നിർബന്ധമാണ്, ഡോട്ട് പ്രൊഡക്റ്റ് കാണണം. എന്തിന്റെ? നമ്മൾ ഇനിയുള്ളത് B1ഉം നമ്മളെ B2 ആണ് അല്ലെ. അപ്പൊ B1 ക്രോസ് B2വിന്റെ, അപ്പൊ ക്രോസ് എന്താന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ അതിനെ കുറിച്ചൊന്നും ടെൻഷൻ അടിക്കണ്ടടാ. ജസ്റ്റ് ഫോർമുല ഇതാണ്, A2 വെക്ടർ മൈനസ് A1 വെക്ടർ ഡോട്ട്, ദാറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഡോട്ട് B1 ക്രോസ് B2 എന്ന് എഴുതിയില്ലേ. പിന്നെ നിങ്ങൾ ഇത്രേ പഠിക്കേണ്ടുള്ളൂ. ആ എഴുതിയത് തന്നെ താഴോട്ട് ഒന്നും കൂടെ എഴുതാം. എന്താ ചെയ്യുക? ആ എഴുതിയത് തന്നെ താഴോട്ട് ഒന്നും കൂടെ എഴുതാം. ഏത്? B1 ക്രോസ് B2 എന്ന് എഴുതിയത്. രണ്ടാമത് എഴുതിയ B1 ക്രോസ് B2 എന്ത് ചെയ്യുക? താഴത്തോട്ട് എഴുതുക. എന്നിട്ട് അതിന്റെ എന്ത് കാണുക? മോഡുലസ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഫോർമുല കഴിഞ്ഞു. ഇത്ര വളരെ സിമ്പിൾ ഫോർമുലയാണ്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ പഠിച്ചോ. എന്താടാ? എസ് ഡി ഈക്വൽ ടു പറ. എസ് ഡി ഈക്വൽ ടു A2 വെക്ടർ മൈനസ് A1 വെക്ടർ ഡോട്ട് B1 ക്രോസ് B2, താഴെ സെയിം B1 ക്രോസ് B2 എന്ന് എഴുതുക, അതിന്റെ മോഡുലസ് കാണാം. ഓക്കെ, ഇതാണ് ഫോർമുല. വേണമെങ്കിൽ ഭംഗിക്ക് എന്ത് ചെയ്യാം, നമുക്ക് സാധാരണ നെഗറ്റീവ് ഒക്കെ വന്നാൽ പോസിറ്റീവ് ആക്കണം നമുക്കറിയാം അല്ലെ. അതിനൊരു ഭംഗിക്ക് വോൾ മോഡുലസ് നിങ്ങൾ അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അകലം കിട്ടുമ്പോൾ അത് ആൻസർ എപ്പോഴും പോസിറ്റീവ് ആക്കി എഴുതിയാൽ മതി. ഇപ്പൊ സപ്പോസ് -22/√5 എന്നൊക്കെ പറഞ്ഞ ആൻസർ പോലെ വന്നു കഴിഞ്ഞാൽ അതിന് നിങ്ങൾ എന്ത് ചെയ്യുക? 22/√5 എഴുതിയാൽ മതി. മനസ്സിലായില്ലേ? അത് അവിടെ ഫോർമുലയിൽ നിർബന്ധമായിട്ട് എഴുതണം എന്നൊന്നുമില്ല. നിങ്ങൾ എപ്പോഴും അകലമല്ലേ, പോസിറ്റീവ് ആയിട്ട് എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾ വലിയ പ്രശ്നമാക്കണ്ട കേട്ടാ. ഞാൻ അതിനെ തൽക്കാലം അവിടെ നിന്ന് മാറ്റി വെച്ചിരിക്കുന്നു, ടെൻഷൻ ആവണ്ട. ഓക്കെ, ഇനി എങ്ങനെ നമുക്ക് ഇത് വർക്കൗട്ട് ചെയ്യാന്നുള്ളതാണ്. ഏറ്റവും പ്രോബ്ലം ഇതിൽ നേരിടുന്നത് എന്താ വെച്ചാൽ ഇത് കുട്ടികൾ തെറ്റിക്കുന്നത് എന്നുള്ളതാണ്. ഒരു ഏകദേശം 80% കുട്ടികളും എക്സാമിന് തെറ്റിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അത് എന്തുകൊണ്ടാണ് തെറ്റിക്കുന്നതെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഈ ക്വസ്റ്റ്യൻ വരുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല, അത് ആർക്കും തർക്കമില്ല, ഉറപ്പാണ്. പക്ഷെ ഇത് വന്നാൽ പോലും തെറ്റിക്കുന്നതാണ് കൂടുതൽ. 80% അടുത്ത് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ടാ? മോസ്റ്റ് പ്രോബ്ലി ഈ ക്വസ്റ്റ്യൻ തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇത് തെറ്റിക്കാതെ കൃത്യമായിട്ട് ശരിയാക്കാന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, നോക്കിക്കോ. ഫസ്റ്റ് A2 വെക്ടർ മൈനസ് A1 വെക്ടർ, ഇതാണ് നമുക്ക് ആദ്യം കാണേണ്ടത് അല്ലെ. നമുക്ക് ഓരോന്ന് കാണാം. എല്ലാവരും കണ്ടോ? A2 വെക്ടർ മൈനസ് A1 വെക്ടർ. വേണമെങ്കിൽ അണ്ടർലൈൻ ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ കാണാം. ഒരു വൃത്തിക്ക് ഒരു അണ്ടർലൈൻ ചെയ്ത് കണ്ടാൽ മതി. ഓരോന്ന് അതിൽ ഈ ഒരു പാർട്ട് കാണണം, ഈ ഒരു പാർട്ട് കാണണം, അതിന്റെ മോഡുലസ് കാണണം. ഈ 3 പാർട്ട് കണ്ട ആൻസർ ആയി. പിന്നെ അതിന്റെ ജസ്റ്റ് ഡോട്ടും ചെയ്താൽ ഫിനിഷ് ആയി ആൻസർ. അത്ര സിമ്പിളാണ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കാണാം. A2 വെക്ടർ മൈനസ് A1 വെക്ടർ. അപ്പൊ ബേസിക്കലി എന്താ A2 വെക്ടർ A1 വെക്ടർ നമ്മൾ ഓൾറെഡി ഇവിടെ വെച്ചിട്ടുണ്ട് അല്ലെ. A1 വെക്ടർ എന്താ? ആദ്യം A2 വെക്ടർ ആണ്. A2 മൈനസ് A1 ആണ്. എക്സാമിന് A1 മൈനസ് A2 എന്ന് എഴുതരുത് കേട്ടോ. സെക്കൻഡ് മൈനസ് ഫസ്റ്റ് എന്ന് ഓർക്കുക. A2 മൈനസ് A1 വെക്ടർ ആണ്. സോ A2 എന്താ? A2 എന്താ? 2i പ്ലസ് j മൈനസ് k അല്ലേ. അപ്പൊ എല്ലാവരും ഒന്ന് എഴുതിക്കോ. 2i പ്ലസ് j മൈനസ് k. അതിൽ നിന്നും എന്ത് കുറക്കണം? മൈനസ് A1 വെക്ടർ. അപ്പൊ A1 വെക്ടർ നിങ്ങളെ നോക്കി എഴുതിക്കോ. i പ്ലസ് j പ്ലസ് 0. ഓക്കെ, i പ്ലസ് j പ്ലസ് 0. ഓക്കെ, കുറെ പേര് ഡൗട്ട് ഉണ്ടാവും, സാർ ഇവിടെ ക്യാപ്പ് ഇടണ്ടേ? ഭംഗിക്കാട ക്യാപ്പ് നിർബന്ധമല്ല. ക്യാപ്പ് ഇടാൻ മറന്നു പോയിച്ചിട്ട് ഒരു കുഴപ്പമില്ല. ക്വസ്റ്റ്യനിൽ ക്യാപ്പ് ഇട്ടില്ല വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. എക്സാമിന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ക്യാപ്പ് ഇടാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും അല്ലെ. നമ്മൾ തൊപ്പിയിടുന്നത് എന്തിനാ? നല്ല ഭംഗിക്കാണ്. സോ ക്യാപ്പ് ഇടുന്നത് നല്ലതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് നോക്കാം. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും തെറ്റിക്കുന്നത്. ഇവിടെ എക്സാം ഞാൻ പറഞ്ഞു 80% കുട്ടികൾ എക്സാമിന് തെറ്റിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. ഇത് വന്നിട്ട് കാര്യമില്ല, ഇത് എക്സാമിന് തെറ്റിക്കും. നിങ്ങൾ തെറ്റിക്കാതിരിക്കാൻ വേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചോ. ഇത്രയേ ഉള്ളൂടാ. ഫസ്റ്റ് നമുക്കറിയാം സബ്ട്രാക്ഷൻ എങ്ങനെ? 2i മൈനസ് i, 2i മൈനസ് i. ബേസിക്കലി ഞാൻ ഈ മൈനസും പ്ലസും തമ്മിലുള്ള വളരെ ഫാസ്റ്റ് ആയിട്ടൊരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ ട്രിക്ക് നിങ്ങൾ പഠിച്ചോ, എക്സാമിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഓരോന്നിനെ കാൽക്കുലേറ്ററിൽ തട്ടി ആൻസർ ഒക്കെ തെറ്റിക്കും എല്ലാവരും. അപ്പൊ ഇതിനൊരു സിമ്പിൾ ടെക്നിക്ക് ഉണ്ട്. ആ ടെക്നിക്ക് ഇതാണ്, ശ്രദ്ധിച്ചോ. ഞാൻ ഇവിടെ സൈഡിൽ കാണിക്കാം ടെക്നിക്ക്. എല്ലാവരും പഠിച്ചോ. എടാ -2 -1 എന്ന് പറഞ്ഞാൽ ഇതുപോലെ 3 കേസ് ആകെ നമ്പർ സിസ്റ്റത്തിലുള്ള. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, 3 കേസേ നമ്പർ സിസ്റ്റത്തിൽ ആകെയുള്ളൂ. ഇതാണ് ഒരു കേസ്. പിന്നെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ 2 - 4 എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കേസ്. പിന്നെയുള്ള കേസ് എന്ന് പറഞ്ഞാൽ -2 + 5 എന്ന് പറയുന്ന കേസ്. ഈ 3 കേസാണ് ആകെ നമ്പർ സിസ്റ്റത്തിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ഡിഫിക്കൽട്ട് ആക്കുന്നുള്ളൂ. വേറെ ഒന്നുമില്ല. മനസ്സിലായി? കാരണം എല്ലാവർക്കും അറിയാം 10 - 5 5. ഇതൊന്നും ആർക്കും പ്രശ്നമുള്ളതല്ല. പക്ഷെ നമ്പർ സിസ്റ്റത്തിൽ ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഈ 3 3 ട്രിക്ക് ഉണ്ട്, അത് പഠിച്ചു വെച്ചോ. ട്രിക്ക് ഇത്രയുള്ള ഒന്നാമത്തെ കേസിൽ 2 മൈനസ് വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ട്രിക്ക് എന്താ? ചുമ്മാ 2 1 കൂട്ടുക. 2 സ്ഥലത്തും മൈനസ് വരികയാണെങ്കിൽ ചെയ്യേണ്ട ട്രിക്കാണ് എന്ത് ചെയ്യുക? 2 1 കൂട്ടുക. 2 1 കൂട്ടിയാൽ എത്രയാ? 3 ആണെന്ന് എല്ലാവർക്കും അറിയില്ല. ചുമ്മാ ഒരു മൈനസ് ആയി ഇട്ടാൽ മതി.
ആൻസർ ആയി. ഫോർ എക്സാമ്പിൾ ഇപ്പൊ -10 -5 ഇതിന്റെ ആൻസർ അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താവും നിങ്ങൾക്ക് അറിയാവുന്നല്ലോ എന്താടാ 15 ഇടുക ഒരു മൈനസ് ഇട്ട് ആൻസർ ആയി. ഇതാണ് ട്രിക്ക്. ക്ലിയർ അല്ലേ? എപ്പോഴും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം ഇതേ സെയിം ട്രിക്ക്. സോ രണ്ടാമത്തെ കേസ് എന്താ 2 - 4 ചെറുത് വലുത് എന്നുള്ള പാറ്റേൺ വന്നു. നമുക്കിപ്പോ 4 - 2 ആർക്കെങ്കിലും പേടിയുണ്ടാ? നമ്മളെ പേടി 2 - 4 കൺഫ്യൂഷൻ. 4 - 2 ആർക്കെങ്കിലും പേടിയില്ല? ഇല്ല. ആൻസർ എന്താ 2. 2 ആണെങ്കിൽ ഇതിന്റെ ആൻസർ എന്തായിരിക്കോടാ -2. ഈ ഒരൊറ്റ ഡിഫറൻസ് ഇതിലുള്ളൂ. ജസ്റ്റ് തിരിച്ചിടുക, ആൻസർ കാണാം, പെട്ടെന്ന് മൈനസ് ഇട്ട് കൊടുത്താൽ ആൻസർ ആയി. ക്ലിയർ അല്ലേ? ഇനി മൂന്നാമത്തെ കേസ് -2 + 5. എടാ ഇത് ചെയ്യേണ്ട എത്രയേ ഉള്ളൂ. ഇതാ ഇങ്ങനത്തെ കേസ് വരുമ്പോൾ 2 നമ്പറുകളാണുള്ളത്. അതായത് -2 + 5 എന്ന് പറയുന്ന നമ്പറാണുള്ളത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? സെക്കൻഡ് എടുത്തിട്ട് ഫസ്റ്റ് ഇടുക, +5 ഇപ്പുറത്തേക്ക് ഇട്ടിട്ട് -2 ഇപ്പുറത്തേക്ക് ചുമ്മാ ഇടുക. ജസ്റ്റ് ഇന്റർചേഞ്ച് ചെയ്ത് കൊടുക്കുക. +5 ഇപ്പുറത്തേക്ക് ഇടുക, -2 ഇപ്പുറത്തേക്ക് ഇടുക. നോർമലി നോക്കിയാൽ 5 ന്ന് 2 പോലെ എത്രയാണ് 3. ഇവിടെ നിങ്ങൾ സൈൻ ചേഞ്ച് ചെയ്യാനൊന്നും പോയത്, കാരണം നമ്മൾ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടതാണ്. സോ ആൻസർ എന്താണ് 3 ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ എത്രയാടാ 3 ആണ്. അപ്പൊ ബേസിക്കലി ഈ 3 ഓപ്പറേഷൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രമാണ് SD നിങ്ങൾക്ക് എക്സാമിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? ഇപ്പൊ നിങ്ങൾ പഠിച്ചല്ലോ, അപ്പൊ നിങ്ങൾക്ക് ആൻസർ എന്തായാലും ചെയ്യാം. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെ ആൻസർ ചെയ്യാന്നുള്ളത് നോക്കാം. ഓക്കേടാ, പോട്ടെ. സോ ഇനി നോക്കുക എങ്ങനെ ഇത് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ നോക്കാം. എടാ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കേ, 2i -i. അപ്പൊ ഞാനിവിടെ കൃത്യമായിട്ട് കാണിക്കാം ഓപ്പറേഷൻ 2i - i. ഇങ്ങനെയാണ് സാധനം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ ഇവിടെ ചിന്തിക്കേണ്ടത് നമ്പേഴ്സിനെ മാത്രമേ ഇനി കാണാൻ പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ ഐയുടെ കൂടുതൽ നമ്പർ എത്രയാ 2 ആണല്ലോ. ഇവിടെ ചിഹ്നം എത്രയാ മൈനസ് ആണല്ലോ. ഇവിടെ ഐയുടെ കൂടെ അപ്രത്യക്ഷമായിട്ടൊരു നമ്പർ ഉണ്ട് അല്ലെ? എന്തുണ്ട്? 1 ഉണ്ട്. അത് എല്ലാവർക്കും അറിയുന്ന ബേസ് ആണ്. 1 ഉണ്ട്. അപ്പൊ 2 - 1 എത്രയാടാ 1 ആണ്. അപ്പൊ നമ്മൾ ഇവിടെ എഴുതുമ്പോൾ അതിന്റെ ആൻസർ എഴുതുമ്പോൾ നമ്മൾ നോക്കടാ എന്താണ് 1i. 1 കാരണം ഐ പാർട്ടിലേക്ക് ഉറക്കുന്നത്. 2i - i. ഐ അവിടെ ഉണ്ടല്ലോ, നമ്മളവിടെ ഐ ഇല്ല എന്നുള്ളതാണ് സങ്കല്പം. 2 - 1 ചെയ്തപ്പോൾ 1 എന്താണ് 1i. ഒരു ഐനെ സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് എന്ത് പറയടാ ഐ എന്ന് പറയാം. ഒരു ഐനെ നമുക്ക് എന്ത് പറയാം ഐ എന്ന് പറയാം. പക്ഷേ നിങ്ങൾ ഇവിടെ 1i എന്ന് എഴുതിയാൽ മതി. കാരണം ഈ ആൻസർ നമ്മൾ ഇനി ഡോട്ട് ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് നിങ്ങൾ അവിടെ 1i എന്ന് എഴുതിയാലും ഒരു കുഴപ്പമില്ലടാ, അല്ലെങ്കിൽ ഐ എന്ന് എഴുതിയാലും കുഴപ്പമില്ല, നിങ്ങളുടെ ചോയ്സ് ആണ്. ഇനി രണ്ടാമത്തെ കേസ് നോക്കാം. ഇനി ഇവിടെ പ്ലസ് മൈനസ് ഇടാൻ പോകണ്ടേ. രണ്ടാമത്തെ കേസ് എന്താടാ ജെ ആണ്. അപ്പൊ ജെ നിങ്ങൾ നോക്കാം മൈനസ് എന്താടാ പ്ലസ് ജെ. എടാ ഇങ്ങനെ വരുമ്പോൾ ശ്രദ്ധിച്ചട്ടാ ജെ മൈനസ് പ്ലസ് ജെ. ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട് ജെ മൈനസ് പ്ലസ് ജെ. എടാ പ്ലസും മൈനസും മാത്സിൽ വന്ന മൈനസാ, അത് പഠിച്ചു വെച്ചോ. എവിടെ പ്ലസും മൈനസും വന്ന മാത്സിൽ എന്താടാ മൈനസാ. ജെ മൈനസ് ജെ ഇപ്പൊ നമുക്ക് കിട്ടുന്നത് എന്താടാ 0 ആണ്. കാരണം ജെയുടെ കൂടെയുള്ള നമ്പർ 1 ആണ്, -1 ആണ്. 1 - 1 എന്താടാ 0 ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് എഴുതണ്ടാ 0j. ചിലർക്ക് ഡൗട്ടിന് അവിടെ മൈനസ് എഴുതിയ കുഴപ്പമൊന്നുമില്ല. പ്ലസ് ഓർ മൈനസ് ഇനി നിങ്ങൾക്ക് എഴുതാം. സോ +0j എന്ന് നിർബന്ധമായിട്ട് എഴുതണം. കാരണം നമ്മളിത് കഴിഞ്ഞ് ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യാനുള്ളതാണ്. നിങ്ങൾ ഇതിവിടെ എഴുതാതിരുന്നാൽ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ ആൻസർ കംപ്ലീറ്റ്ലി ക്രാഷ് ആയി പോകും. അതുകൊണ്ടാണ് കൃത്യമായിട്ട് പറഞ്ഞത് നിങ്ങൾ 0j നിർബന്ധമായിട്ട് എഴുതണം കേട്ടോ. ഓക്കെ, ഇനി ലാസ്റ്റ് വണ്ണാടാ എന്ത് -k. നന്നായി ശ്രദ്ധിച്ചട്ടാ -k മൈനസ് എന്താടാ 0k. കൃത്യമായിട്ട് അങ്ങനെ എഴുതി വെച്ചോ. -k മൈനസ് +0k. പ്ലസും മൈനസും വന്നാൽ നമുക്കറിയാലേ മൈനസ് തന്നെയാണ്. അപ്പൊ കൺഫ്യൂഷൻ ഇല്ല. അപ്പൊ -k. അപ്പൊ ഇവിടെ കെയുടെ നമ്പർ ഏതാ മൈനസ് അല്ല -1. അതിൽ നിന്നും കോഫിഷ്യന്റ് -0 കുറച്ചാൽ എപ്പോഴും എന്താടാ നമുക്ക് മാത്സിലാടാ ഏതൊരു നമ്പറിന്റെ കൂടെ +0 കൂട്ടിയാലും ആ ആൻസർ തന്നെ ആയിരിക്കും. 0 കുറച്ചാലും ആ നമ്പർ തന്നെ ആയിരിക്കും. ഇപ്പൊ സപ്പോസ് നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ കൂടി ആ നെഗറ്റീവ് നമ്പർ ആയിരിക്കും. അപ്പോൾ -1 -0 എന്ന് പറഞ്ഞാൽ എന്താടാ -1 ആണ്. -1. അപ്പോൾ ഇവിടെ എഴുതുമ്പോൾ -1 എന്തെന്ന് എഴുതണം k എന്ന് എഴുതണം. അപ്പൊ നമുക്ക് ആൻസർ കിട്ടിയടാ ഇങ്ങനെ കിട്ടി. നല്ല ചില ആളുകൾ ഉണ്ടാവും സാർ അത് ഇങ്ങനെ എഴുതല്ലേ നല്ലേ i + 0j - k ഇതല്ലേ സ്റ്റാൻഡേർഡ്. സ്റ്റാൻഡേർഡ് ഇതാണെങ്കിൽ ഇങ്ങനെ എഴുതിക്കോ. ഏതെങ്കിലും ഒരു ആൻസർ കൃത്യമായിട്ട് എഴുതാം, അത്രയേ ഉള്ളൂ. ഏതെങ്കിലും ഒരെണ്ണം a2 - a1 വെക്ടർ ഇങ്ങനെ എഴുതേണ്ടവർക്ക് ഇങ്ങനെ എഴുതാം, ഒരു കുഴപ്പമില്ല. ക്ലിയർ അല്ലേ? അപ്പൊ a2 - a1 വെക്ടർ എല്ലാവർക്കും കിട്ടിയില്ലേ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എടാ b1 × b2 ആണ്. ഇനിയാണ് നമ്മൾ കളി ശ്രദ്ധിക്കേണ്ടത്. b1 × b2 എല്ലാവർക്കും പേടിയുള്ളത് ഇവിടുന്നാണ്. ഇതാണ് എല്ലാ പിള്ളേരും തെറ്റിക്കുന്നത്. +2 എക്സാമിന് ഒരുവിധം കുട്ടികളും തെറ്റിക്കുന്ന ക്വസ്റ്റ്യൻ b1 × b2 ആണ്. ഇത് തെറ്റിക്കാൻ ഒരു കാരണം ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ഡിറ്റർമിനന്റ് കാണുമ്പോഴുള്ള കൺഫ്യൂഷൻ ആണ്. പക്ഷെ അതിന് ട്രിക്ക് ഉണ്ട്. തെറ്റാതെ എങ്ങനെ ഡിറ്റർമിനന്റ് കാണാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കേടാ, എക്സാമിന് ഓർക്കേണ്ട ഒരു കാരണം ക്രോസ് കണ്ടാൽ ഡിറ്റർമിനന്റ് എന്ന് പഠിക്കടാ. ക്രോസ് എവിടെ കണ്ടാലും നിങ്ങൾ പഠിക്ക് എന്ത് ഡിറ്റർമിനന്റ്. സിമ്പിൾ ക്രോസ്
പ്രോസസ് എന്താണ് എക്സാമിന് ഓർക്കുക, നാളത്തെ എക്സാമിന് ഓർക്കുക, ഡിറ്റർമിനന്റ് തലന്റെ മണ്ടമ്മ കയറട്ടെ. ക്രോസ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ആണ്. അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ പഠിച്ചോ ഇതിന്റെ ഒപ്പം, മോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ താഴത്ത് ഇതിന്റെ ഡിനോമിനേറ്റർ ഉണ്ടല്ലോ, എസ് ഡിയുടെ ഫോർമുല ഡിനോമിനേറ്റർ എന്താ, B1 ക്രോസ് B2 ന്റെ മോഡുലസ് അല്ലേ. അപ്പൊ പഠിച്ചോ, മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്, റൂട്ട് ഓഫ്. അതങ്ങനെ തലമ കയറ്റി വെച്ചോ. മോഡുലസ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ്, മോഡുലസ് കണ്ടാൽ റൂട്ട് ഓഫ്, മോഡുലസ് കണ്ടാൽ റൂട്ട് ഓഫ്, ഇനി മറക്കണ്ട. ഓക്കെ, സോ ക്രോസ് കണ്ടാൽ ഡിറ്റർമിനന്റ് മറന്നു പോകരുത്. ഇനി ഞാൻ മായ്ച്ചു കളയുന്നു. ഓക്കെ, നോക്കാം. അപ്പൊ ക്രോസ് കണ്ടാൽ നമ്മൾ പഠിക്കണം എന്താണ്, ഡിറ്റർമിനന്റ് ആണ്. നല്ല വൃത്തിയിലിടാൻ നമുക്ക് ഡിറ്റർമിനന്റ് എന്ന് കൊടുക്കാം, ഡിറ്റർമിനന്റ്. അപ്പോൾ ഒരു 3/3 ഡിറ്റർമിനന്റ് ആണ് നമ്മളിവിടെ വരക്കേണ്ടത്. അതിനുശേഷം ഫസ്റ്റ് റോ ഓൾവേസ് IJK. കാരണം ആലോചിച്ചാൽ അറിയാം ഇതൊരു വെക്ടർ പ്രോബ്ലം ആണ്, വെക്ടർ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് റോ എന്താണ്, IJK എന്നാണ് കൊടുക്കേണ്ടത്. ഇനി സെക്കൻഡ് റോ നിങ്ങൾ എങ്ങനെ കൊടുക്കേണ്ടത് നിങ്ങൾ ശ്രദ്ധിച്ചോ. കാരണം B1 എവിടെ, നമ്മൾ B1 എവിടെ ശ്രദ്ധിച്ചോ, ഇതാണ് B1, ഇതാണ് B2. ഞാൻ അങ്ങോട്ട് എഴുതുന്നില്ല. ഇനി ശ്രദ്ധിച്ചോ, B1ന്റെ കോഫിഷ്യന്റുകൾ എന്താടാ, 2, -1, 1. ക്ലിയർ അല്ലേ? ഐയുടെ കൂടുതൽ നമ്പർ 2 ആണ്, ജെയുടെ കൂടുതൽ നമ്പർ എത്രടാ, -1 ആണ്. കെയുടെ കൂടുതൽ നമ്പർ എത്രടാ, ആരും ഇല്ലെങ്കിൽ ഇവിടെ ആരുണ്ടടാ, 1 ഉണ്ട്. അപ്പൊ 2 - 1 1. ക്ലിയർ അല്ലേ? 2 - 1 1 ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. 2 - 1 1. ഇനി അടുത്തത് ഏതാടാ, B2. 3 - 5 2. ഇത് ക്ലിയർ അല്ലേ? 3 - 5 2. 3 - 5 2. ശ്രദ്ധിച്ചോ, 3 - 5 2. കൃത്യമായിട്ട് എല്ലാ ആളുകളും ആ വാല്യൂ കൊടുത്തേ. 3 - 5 2 2 - 1 കൊടുത്തില്ലേ? ഇനി ശ്രദ്ധിച്ചോ, കളി ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. എല്ലാവരും തെറ്റിക്കുന്നത് ഇവിടെയാണ്. എക്സാം നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പർ 80% തെറ്റിക്കാൻ പോകുന്നത് ഇവിടെയാണ്. നന്നായി ശ്രദ്ധിച്ചോ, നിങ്ങൾക്ക് തെറ്റാതിരിക്കണമെങ്കിൽ. ശ്രദ്ധിച്ചോടാ. സോ പ്ലസ് മൈനസ് പ്ലസ്, ഈ ഫിക്സ്ഡ് ആടാ ഈ സിമ്പിള്. ഇത് നിങ്ങൾ എക്സാമിനൂടെ മണ്ടമ്മ എഴുതി വെക്ക്. പ്ലസ് മൈനസ് പ്ലസ്, ഇത് മാറ്റല്ലേ, പ്ലസ് മൈനസ് പ്ലസ്. അതിനുശേഷം ശ്രദ്ധിച്ചോ, ആൻസർ കാണാൻ പോവാണ്, ഈക്വൽ ടു ആൻസർ കാണാൻ പോവാണ്. എടാ പ്ലസ് ആയി തുടക്കത്തിൽ പ്ലസ് ആയി വേണമെങ്കിൽ എഴുതാതിരിക്കാം, നിങ്ങളുടെ ചോയ്സ് ആണ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടടാ, എടാ ഇതുപോലൊരു ചെറിയ ഡിറ്റർമിനന്റ് കൊടുക്കുക. അത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കാം മൈനസ് ജെ ഇതുപോലെ ചെറിയൊരു 2/2 ഡിറ്റർമിനന്റ് കൊടുക്കുക. അത് കഴിഞ്ഞാലോ പ്ലസ് കെ ഇങ്ങനെ കൊടുക്കുക. എടാ നിർബന്ധമായിട്ട് ഈ ഒരു പാറ്റേൺ നിങ്ങൾ നാളെ എക്സാമിന് ഫോളോ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മക്കളെ ആൻസർ നിങ്ങളെ തെറ്റില്ല. നിങ്ങൾ പെട്ടെന്ന് എടുത്തിട്ട് ആൻസർ ചാടി പഠിച്ച് ചെയ്യല്ലേ. 10 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് സാറി പറയുന്നത്. നിങ്ങൾ ചാടി പിടിച്ച് ആൻസർ ചെയ്യല്ലേ. ഇതുപോലെ ചെറിയ ബോക്സുകൾ ഇങ്ങനെ കൊടുക്കുക. അപ്പൊ എന്താ ചെയ്തത്, പ്ലസ് ഐ ചെറിയ 2/2 ഡിറ്റർമിനന്റ് കൊടുക്കുക, മൈനസ് ജെ ചെറിയ 2/2 ഡിറ്റർമിനന്റ് കൊടുക്കുക, പ്ലസ് കെ ചെറിയ 2/2 ഡിറ്റർമിനന്റ് കൊടുക്കുക. ഇനി അതിലോട്ടുള്ള എലമെന്റുകളെ ഇൻസേർട്ട് ചെയ്യാം. എങ്ങനെ ശ്രദ്ധിച്ചോ, ഐ ആണ് ഫസ്റ്റ് പാർട്ട്. ഐയുടേതാ റോ എലിമിനേറ്റ് ചെയ്യുക, കോളം എലിമിനേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്, 4 നമ്പറുകളാണ് കിട്ടുന്നത്. ആ നമ്പർ കൃത്യമായിട്ട് കൊടുക്കാം. -1 1 അതുപോലെ എന്താടാ -5 2. ഒബ്വിയസ്ലി സെക്കൻഡ് ജെയുടെ കേസിൽ റോ മാറാൻ പോകുന്നില്ല, ഫിക്സ്ഡ് റോ, കോളത്തിനാണ് ചേഞ്ച് വന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 2 1 3 2 അല്ലേ, 2 1 3 2. തേർഡ് വൺ ഇതുപോലെ ഇതിന്റെ റോ സെയിം ആടാ, കോളാണ് ചേഞ്ച് ആവുന്നുള്ളൂ. 2 - 1 എന്ത് വരൂടാ, 2 - 1 3 - 5. ഇതുപോലെ എക്സാമിന് നാളെ നിങ്ങൾ ചെയ്തോളാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ആൻസർ തെറ്റില്ല. ഇനി ശ്രദ്ധിക്കുക, ഐ പോസിറ്റീവ് ആയതുകൊണ്ട് മെൻഷൻ ചെയ്യണം എന്നല്ലടാ, ഐ എന്ന് എഴുതിയാലും മതി. ഇനി നോക്കുക, ഇനി ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട, ഇതൊക്കെ എക്സാമിന് ഇതുപോലെ നാളെ ഇട്ടാൽ ഒരു കുഴപ്പമില്ലടാ. ഇതിന്റെ ഉള്ളിലേക്ക് വരുന്ന വാല്യൂ മാത്രമേ വരുന്നുള്ളൂ. ശ്രദ്ധിച്ചോ, ഇത്രയേ ഉള്ളൂ. -1 × 2 നമുക്കറിയാം. 1 × 2 ഏറ്റവും ബേസ് നിങ്ങൾക്ക് പറഞ്ഞു തരാണ് കേട്ടോ. 1 × 2 2 -1 × 2. അപ്പൊ എന്താ ആൻസർ എന്ത് വരൂടാ, -2. ഇതൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഫോർമുലയിൽ മൈനസിന്റെ കുറെ പേർക്ക് ഇപ്പോഴും ഐഡിയ ഇല്ലാത്തതാണ്. എടാ ഈ ഡിറ്റർമിനന്റ് 2/2 സെന്റർ ഫോർമുലയിൽ മൈനസ് ഫിക്സ്ഡ് ആ. ഇനി തിരിച്ച് -5 × 1 എന്താടാ, -5 ആണ്. ഇനി അതുപോലെ 2 × 2 എന്താടാ, 4 ആണ്. സെൻട്രൽ ഫോർമുലയിൽ മൈനസ് ഉണ്ടടാ. 3 × 1 എത്രടാ, 3 ആണ്. അതേപോലെ 2 × -5 -10 ആണ്. -3 × -1 എന്ന് പറഞ്ഞാൽ എന്താടാ, -3 ആണ്. ഇതേപോലെ എഴുതാം. ഇനി ബേസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഇത് അവിടെ നിന്നൊക്കെയാണ് എല്ലാവരും തെറ്റിക്കുന്നത്. എടാ മൈനസും കണ്ടാൽ പ്ലസ് ആവും. എവിടെ മൈനസ് ഉണ്ടോ അവിടെയൊക്കെ പ്ലസ് ആവും. അപ്പോൾ ഇനി ശ്രദ്ധിച്ചോ, ഇനി ശ്രദ്ധിച്ചോട്ടാ, എന്താ ഞാൻ വേണമെങ്കിൽ ചുമ്മാ അതങ്ങനെ ഇട്ട് വെച്ചോ, ഒരു കുഴപ്പമില്ല. കോളങ്ങനെ ഇട്ട് വെച്ചോ, അതിൽ ഫില്ലിങ് മാത്രം കൃത്യമായിട്ട് ചെയ്താൽ മതി. -2 + 5 ഞാൻ നേരത്തെ പറഞ്ഞ ട്രിക്ക്. -2 + 5 നിങ്ങൾ എന്ത് ചെയ്താ, പ്ലസ് ആദ്യം എഴുതുക, മൈനസ് രണ്ടാമത് എഴുതുക. അപ്പൊ 5 - 2 എത്രയാടാ, 3. ഇതേ ട്രിക്ക് ഫോളോ ചെയ്യുക, 3 കിട്ടും. 4 - 1 എന്നൊക്കെ എല്ലാവർക്കും അറിയാം, 1 ആണെന്ന്. -10 + 3 നോക്കിട്ടാ, -10 + 3. എടാ -10 + 3 എന്ന് പറഞ്ഞാൽ തിരിച്ചിടും നിങ്ങൾ.
തിരിച്ചിട്ടോ സാറേ, തിരിച്ചിട്ടപ്പോൾ 3 - 10 ആയി. 3 - 10 ആയി. ആ കൺഫ്യൂഷനായി. ഇല്ല, 3 - 10 ഞാൻ നേരത്തെ ട്രിക്ക് പറഞ്ഞിട്ട് എന്താണ്, ചെറുതും വലുതും വന്നാൽ എന്ത് ചെയ്താൽ മതി, വീണ്ടും തിരിച്ചിട്ടോ. 10 - 3 എത്രയാണ്? 10 - 3 എത്ര? 7. അപ്പൊ ഇതിന്റെ ആൻസർ എത്രയായിരിക്കും? -7 ആയിരിക്കും. വേണമെങ്കിൽ കാൽക്കുലേറ്റർ കൊടുത്തോ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ. എടാ ആൻസർ കഴിഞ്ഞു. ഫൈനൽ സ്റ്റെപ്പാണ് ഇനി എഴുതുന്നത്. ശ്രദ്ധിച്ചോ. I × 3 എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ആയിട്ട് എഴുതിക്കോടാ. 3i -1j എന്ന് പറഞ്ഞാൽ -1j. ചിലവർക്ക് j എന്ന് എഴുതാൻ കുഴപ്പമില്ല കേട്ടോ. പ്ലസ് ഇൻറ്റു മൈനസ്, ശ്രദ്ധിച്ചോ. പ്ലസ് ഇൻറ്റു മൈനസ് 7 × k എന്ത് വരുവാടാ? -7k. ഇതാണ് നമ്മളെ ഫൈനൽ ആൻസർ. ചിലവർക്ക് പറയും സാറേ ഞാൻ അവിടെ j എന്ന് എഴുതിക്കോ. വേണമെങ്കിൽ എഴുതിക്കോ. ചിലർക്ക് ഇപ്പോഴും ഡൗട്ടാ, സാറേ 3i -1j ഞാൻ j എന്ന് എഴുതിക്കോട്ടാ. എഴുതിക്കോ -7k. നിങ്ങൾക്ക് ഇങ്ങനെ എഴുതണമെങ്കിൽ എഴുതിക്കോ, ഒരു കുഴപ്പമില്ല. മനസ്സിലായ? കാരണം നമുക്ക് ഇനി ഡോട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പോകാനുള്ളതാണ്. സോ നമുക്കിപ്പോൾ എന്ത് കിട്ടിയടാ? B1 × B2 കിട്ടി. എടാ ഇനി ശ്രദ്ധിക്കേണ്ടതാ, ഇവിടെ തന്നെ ഞാൻ ആരും കൂടെ കാണാം, B1 × B2ന്റെ മോഡുലസ്. കാരണം എന്താ? ഇപ്പൊ നമുക്ക് B1 × B2 കിട്ടി. ഇനി കാരണം എന്താ നോക്ക് മക്കളെ. B1 × B2ന്റെ എന്തും കൂടെ കാണടാ? മോഡുലസ് കാണണം. അപ്പൊ മോഡുലസ് ഞാൻ അവിടെ തന്നെ കാണാതാ. ഇവിടെ തന്നെ സ്പേസ് ഉണ്ട്, ഞാൻ ഇവിടെ കാണാം. എടാ B1 × B2 ഇതിന്റെ എന്താ കാണാൻ പോകുന്നത്? മോഡുലസ്. എടാ കോൺസെപ്റ്റ് പറ. കാണാം. ഇതാണ് നമ്മുടെ എന്ത് SD-യുടെ ഫോർമുല. ഇപ്പൊ നമുക്ക് മോഡ് കണ്ടിട്ടുണ്ട്, എല്ലാം സെപ്പറേറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഇനി ഇതിന്റെ ടോപ്പ് കാണണം. A2 - A1 വെക്ടർ ഡോട്ട് B1 × B2 നമുക്ക് കാണണം. അപ്പൊ നമുക്കത് സെപ്പറേറ്റ് ഇവിടെ കാണാം. ദാറ്റ് ഈസ് A2 വെക്ടർ -A1 വെക്ടർ ഡോട്ട് B1 × B2 കാണാം. ഇപ്പൊ കഴിയും. A2 - A1 വെക്ടർ എന്താ നിങ്ങൾ പറ. നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടാവും. A2 - A1 വെക്ടർ ഇതാ. ഞാൻ ഇവിടെ ബോക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ് ആൻസർ? I + 0j - k അല്ലെ? എല്ലാവരും ഒന്ന് എഴുതിക്കേ. I + 0j - k അല്ലടാ, -k ഡോട്ട് പറ. B1 × B2 എന്താ കിട്ടി? 3i - 1j അല്ലെ? 3i - j - k അല്ലെ? 3i - j - 7k അല്ലെ? തെറ്റിട്ടില്ലല്ലോ. -j - 7k കറക്റ്റ് അല്ലടാ? A2 - A1 എത്ര? I + 0j - k അല്ലെ? I + 0j - k പക്ക. ഓക്കെ. എടാ ഇനി ശ്രദ്ധിച്ചോ. ഇനി എന്ത് ചെയ്യാണ്? ഡോട്ട് ചെയ്യുക. ഇതും കൂടെ നിങ്ങൾ പഠിക്കണടാ. ഡോട്ട് പ്രോഡക്റ്റിന്റെ ഇതിങ്ങനെ തന്നെ പഠിച്ചോ. ഡോട്ട് പ്രോഡക്റ്റ് ആൻസർ കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതിങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് എക്സാമിന് നാളെ നല്ലത്. ഇങ്ങനെ പഠിച്ചു വെച്ചോ. എങ്ങനെയാണ് പഠിക്കേണ്ടത്? ഡോട്ട് പ്രൊഡക്റ്റിന്റെ ആൻസർ ഒരു പക്ക കോൺസ്റ്റന്റ് നമ്പർ ആയിരിക്കും. IJK ഒന്നും ഉണ്ടാവില്ല. 5, 4, 3, 2, 10, 12 അങ്ങനത്തെ എന്തെങ്കിലും ഒരു ആൻസർ ആണ് നമുക്ക് എന്ത് കിട്ടുക? ഡോട്ട് പ്രൊഡക്റ്റ്. രണ്ട് വെക്ടറുകൾ തമ്മിൽ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എപ്പോഴും എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. പഠിച്ചോ, ശ്രദ്ധിക്കോ. അതെങ്ങനെ കിട്ടുന്നത്? ഡോട്ട് പ്രൊഡക്റ്റ് എങ്ങനെ കാണുന്നത് ശ്രദ്ധിച്ചോ. ഐയുടെ കൂടുള്ള നമ്പർ ആരും ഇല്ലെങ്കിൽ 1 ഉണ്ട്. ഐയുടെ കൂടുള്ള നമ്പർ എത്രയാണ്? 3. കാരണം ബേസിക്കലി I.i ഉം 1 ഉം J.j 1 ഉം K.k 1 ആണ്. ഇതാണ് ഇതിന്റെ കോൺസെപ്റ്റ്. അപ്പോൾ I.i അതപ്പോൾ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ I.i J.k ഒക്കെ മറന്നു കളയുക. നിങ്ങൾ ഇവിടെ നമ്പർ മാത്രം നോക്കുക. ഐയുടെ കൂടെ നമ്പർ എത്രയാ? 1. 1 × 3
3 ഇത്ര എഴുതണ്ടുള്ളൂ. ഐയുടെ കൂടുതൽ നമ്പർ 1, ഇവിടുത്തെ ഐയുടെ കൂടുതൽ നമ്പർ 3. സോ 1 into 3 ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം 1 into 3. നെക്സ്റ്റ് ഈ ജെയുടെ കൂടുതൽ നമ്പർ 0, ഇവിടെ ജെയുടെ കൂടുതൽ നമ്പർ -1. സോ ഏതൊരു നമ്പറിനെയും 0 കൊണ്ട് ഗുണിച്ചാൽ എന്താടാ 0. +0 എന്നിടാ -0 നിങ്ങളുടെ ചോയ്സ്. ഇനി ഒന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. സോ കെയുടെ കൂടുതൽ നമ്പർ -1 ആണ്. ഇവിടെ നമ്പർ എത്രയാടാ -7 ആ. -1 into -7 മക്കളെ പറ പ്ലസ് എന്താടാ 7. 7 3 എത്രയാടാ 10. നമുക്ക് ആൻസർ എത്ര കിട്ടിയാടാ അവിടെ 10 കിട്ടി. പരിപാടി കഴിഞ്ഞു. എസ് ജിയുടെ ആൻസർ ഫൈനൽ ആൻസർ ആണ്. ഇക്വേഷൻ ഇവിടെ നമുക്ക് കിട്ടി 10 എന്ന് കിട്ടി. ഡിവൈഡഡ് ബൈ ഇവിടെ നമുക്ക് നേരത്തെ കിട്ടിയ മോഡുലസ് എത്രയാടാ √59. നമ്മുടെ ഫൈനൽ ആൻസർ ആടാ എസ് ജിയുടെ ആൻസർ ആടാ എന്ത് 10 by √59 എന്നുള്ളത്. വളരെ ഈസി. നാളത്തെ എക്സാമിന് 100% ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കും എന്ന് പറഞ്ഞാൽ വന്നിരിക്കും. മക്കളെ ക്ലാസ് നിങ്ങൾ ഇഷ്ടം ലൈക്ക് ബട്ടൺ അടിച്ച് പൊട്ടിച്ചോടാ. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിലോട്ട് എന്ത് ചെയ്യടാ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റുകൾ രേഖപ്പെടുത്തുക. ക്ലാസ് ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്ത് പോയിക്കോ, നോ പ്രോബ്ലം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതാണ് സാറിന് നിങ്ങൾ തരുന്ന സപ്പോർട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ക്ലാസ്സുകൾ വേണമെങ്കിൽ കമന്റ് സെക്ഷനിൽ പറഞ്ഞോ. ഓക്കേടാ, അടുത്ത ടോപ്പിക്കിൽ കാണാം.